ഇസ്ലാമിലെ പ്രഥമ സ്ഥാനീയരായ 8-ൽ ഒരാൾ, സ്വർഗം കൊണ്ട് സന്തോഷവാർത്ത അറിയിക്കപ്പെട്ടയാൾ, ഇസ്ലാമിൻ്റെ ഭരണകാര്യങ്ങളിലെ നയതന്ത്രജ്ഞൻ തുടങ്ങി അനേകം ഗുണഗണങ്ങളുടെ ഉടമയാണ് മഹാനായ അബ്ദുറഹ്മാനുബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ജാഹിലിയ്യ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് അബ്ദുൽ അംർ എന്നായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചപ്പോൾ അദ്ദേഹത്തെ നബി തങ്ങൾ അബ്ദുറഹ്മാൻ എന്ന് വിളിച്ചു. പിന്നീട് അദ്ദേഹം ആ പേരിലാണ് അറിയപ്പെട്ടത്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുസ്ലിമായതിൻ്റെ 2-ാം ദിവസമാണ് അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചത്. ഇസ്ലാം വിശ്വസിച്ചതിൻ്റെ പേരിൽ മുസ്ലിങ്ങൾക്ക് സഹിക്കേണ്ടി വന്ന എല്ലാവിധ പ്രയാസങ്ങളും അദ്ദേഹത്തിനും സഹിക്കേണ്ടി വന്നു. ആദർശ സംരക്ഷണാർത്ഥം ഹബ്ശയിലേക്കും പിന്നീട് മദീനയിലേക്കും മുസ്ലിങ്ങൾ പലായനം ചെയ്യേണ്ടി വന്നപ്പോൾ അവരിൽ ഒരു പ്രധാനിയായി അബ്ദുറഹ്മാനുബ്നു ഔഫ് ഉണ്ടായിരുന്നു. ഇസ്ലാമിനു വേണ്ടി എല്ലാം സഹിച്ച പാവങ്ങളായ മുഹാജിറുകളെ ഏറ്റെടുക്കാൻ മദീന നിവാസികളായ അൻസ്വാരികളോട് ആവശ്യപ്പെട്ടപ്പോൾ അവർ മുഹാജിറുകളെ ഇരുകൈയും നീട്ടി സ്വീകരിച്ചു. മഹാനായ അബ്ദുറഹ്മാനുബ്നു ഔഫിനെ ഏറ്റെടുത്തത് സഅദ് ഇബ്നു അബി വഖാസ് ആയിരുന്നു. അദ്ദേഹം അബ്ദുറഹ്മാനുബ്നു ഔഫിനോട് ചോദിച്ചു, എൻ്റെ സഹോദരാ, ഞാൻ മദീനയിലെ അറിയപ്പെട്ട മുതലാളിയാണ്. എനിക്ക് വലിയ 2 തോട്ടവും 2 ഭാര്യമാരുമുണ്ട്. ഇവയിൽ നിനക്ക് വേണ്ടതെന്തും തരാൻ ഞാൻ തയ്യാറാണ്. അപ്പോൾ അബ്ദുറഹ്മാനുബ്നു ഔഫിൻ്റെ പ്രതികരണം ഇതായിരുന്നു: നിന്റെ കുടുംബത്തിലും മുതലിലും അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. നിങ്ങൾ എനിക്ക് അങ്ങാടി കാണിച്ചു തരിക, ഞാൻ അല്പം സമ്പാദിക്കട്ടെ. അങ്ങനെ അബ്ദുറഹ്മാനുബ്നു ഔഫ് വിവാഹത്തിനാവശ്യമായ മഹറിനുള്ള പണം കച്ചവടം ചെയ്തു സമ്പാദിച്ചു. ശേഷം വിവാഹം കഴിച്ച് പ്രവാചക തിരുമേനിയുടെ അരികിലെത്തി. അദ്ദേഹത്തിൽ അടിച്ചു വീശിയ സുഗന്ധം ആസ്വദിച്ചുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചു, എന്താ അബ്ദുറഹ്മാൻ, പുതുതായി വല്ലതും സംഭവിച്ചോ? അബ്ദുറഹ്മാനുബ്നു ഔഫ്: അതെ നബിയെ, ഞാൻ വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ: എന്താണ് മഹറായി നീ നൽകിയത്? അബ്ദുറഹ്മാനുബ്നു ഔഫ്: സ്വർണം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഒരു ചെറു ആഭരണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ: ഒരു ആടിനെ അറുത്തെങ്കിലും നീ വിവാഹസദ്യ നൽകുക. അള്ളാഹു നിന്റെ കുടുംബത്തിലും സമ്പത്തിലും ബറക്കത്ത് ചെയ്യട്ടെ. അബ്ദുറഹ്മാനുബ്നു ഔഫ് പറയുന്നു, പ്രവാചക തിരുമേനിയുടെ ഈ പ്രാർത്ഥനയ്ക്ക് ശേഷം ദുനിയാവ് എനിക്ക് കീഴ്പ്പെട്ട പോലെ തോന്നി. എത്രത്തോളമെന്നാൽ ഭൂമിയിൽ നിന്ന് ഞാനൊരു കല്ല് പൊക്കി നോക്കിയാൽ അതിൻ്റെ ചുവട്ടിൽ സ്വർണവും വെള്ളിയും എനിക്ക് ലഭിക്കുമായിരുന്നു. ഇസ്ലാമിൻ്റെ പ്രഥമ പോരാട്ടമായ ബദ്റിൽ അബ്ദുറഹ്മാനുബ്നു ഔഫിൻ്റെ ശക്തമായ സാന്നിധ്യമുണ്ടായിരുന്നു. ഇസ്ലാമിൻ്റെ കഠിന ശത്രുവായിരുന്ന ഉമൈറുബ്നു ഉസ്മാനുബ്നു കഅബ് തൈമിയിനെ അദ്ദേഹം ബദ്റിൽ വെച്ച് വകവരുത്തി. മുസ്ലിങ്ങൾക്ക് പരാജയം നേരിടേണ്ടി വന്ന ഉഹദിൽ മുസ്ലിങ്ങളിൽ പലരും പിന്തിരിഞ്ഞോടിയപ്പോഴും അബ്ദുറഹ്മാനുബ്നു ഔഫ് സധൈര്യം പിടിച്ചു നിന്നു. യുദ്ധം അവസാനിച്ചപ്പോൾ 20-ലധികം മുറിവുകൾ അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. ഒരാളുടെ കൈപോലും കൊള്ളുന്ന രീതിയിൽ ആഴമേറിയ മുറിവുകളായിരുന്നു അതിൽ പലതും. പ്രവാചകരുടെ കാലശേഷം പ്രവാചക പത്നിമാരുടെ സേവകനായി അബ്ദുറഹ്മാനുബ്നു ഔഫ് റളിയല്ലാഹു അൻഹു നിലകൊണ്ടു. മാത്രവുമല്ല, പ്രവാചകരുടെ കുടുംബത്തെ സേവിക്കാൻ അദ്ദേഹം അവസരം കണ്ടെത്തി. ഒരിക്കൽ അദ്ദേഹം 40,000 ദീനാറിന് തൻ്റെ പക്കലുണ്ടായിരുന്ന ഭൂമി വിറ്റു. ആ സംഖ്യ മുഴുവനും പ്രവാചകരുടെ മാതാവായ ആമിന ബീവിയുടെ കുടുംബമായ ബനു സഹ്റയിൽ വിതരണം ചെയ്തു. കൂട്ടത്തിൽ ഒരു വിഹിതം ആയിഷ റളിയല്ലാഹു അൻഹക്കും കിട്ടി. അതുമായി വന്ന ആളോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, ആരാണിത് ഇങ്ങോട്ട് കൊടുത്തയച്ചത്?
ആഗതൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ആയിഷ റളിയല്ലാഹു അൻഹ: എൻ്റെ കാലശേഷം ക്ഷമാശീലനല്ലാതെ ധനം ദാനം ചെയ്യുകയില്ലെന്ന് നബി തങ്ങൾ പറയാറുണ്ടായിരുന്നു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിൻ്റെ ഇഹപര വിജയത്തിൻ്റെ പ്രധാന കാരണം പ്രവാചക തിരുമേനിയുടെ പ്രാർത്ഥനയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മുതൽ നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരുന്നു. തൻ്റെ മരണസമയത്ത് അനേകം അടിമകളെ അദ്ദേഹം മോചിപ്പിച്ചു. ഒപ്പം ബദറിൽ പങ്കെടുത്ത ജീവിച്ചിരിക്കുന്ന 100ഓളം വരുന്ന സ്വഹാബികൾക്ക് 400 ദീനാർ വീതം വിതരണം ചെയ്തു. പുറമെ പ്രവാചക പത്നിമാർക്ക് വേറെയും. ഇതു കണ്ട ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞുപോയി: അല്ലാഹുവേ, നീ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിനെ സ്വർഗത്തിലെ നദിയിൽ നിന്ന് കുടിപ്പിക്കണമേ. മരണസമയത്ത് 1000 ഒട്ടകം, 100 കുതിര, 3000 ആട് എന്നിവ അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് 4 ഭാര്യമാരുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മുതൽ ഒരിക്കലും അദ്ദേഹത്തിന് നാശമായില്ല. സമ്പത്ത് കൂടുന്തോറും അദ്ദേഹം വിനയാന്വിതനാവുകയായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന് ഭക്ഷണം നൽകപ്പെട്ടപ്പോൾ ഇങ്ങനെ പ്രാർത്ഥിച്ചു: നിശ്ചയം മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു എന്നേക്കാൾ ഉത്തമനായാണ് മരണപ്പെട്ടത്. മരണസമയം തല മറച്ചാൽ പാദം മറയില്ല, പാദം മറച്ചാൽ തല മറയില്ല എന്ന നിലയിലായിരുന്നു. എന്നാൽ അല്ലാഹു എനിക്ക് ദുനിയാവ് അധികമായി നൽകിയിരിക്കുന്നു. എനിക്ക് പരലോകത്ത് ഒന്നും ലഭിക്കുകയില്ലേ എന്ന് ഞാൻ ഭയപ്പെടുന്നു. മുന്നിൽ കൊണ്ടുവന്നു വെച്ച ഭക്ഷണം ചൂടാറുന്നതുവരെ അദ്ദേഹം കരയുകയായിരുന്നു. സൗദ് ഇബ്നു അബി വഖാസ് അദ്ദേഹത്തിൻ്റെ ജനാസ ചുമക്കുകയും ഉസ്മാൻ റളിയല്ലാഹു അൻഹു ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു.